ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റ്സിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ ലൈവ് വെച്ചപ്പോൾ കണ്ടൊരു കാര്യമാണ് കേട്ടോ. ആദില, അക്ബർ, ആര്യൻ, നെവിൻ ഒക്കെ കൂടി ആ ഒരു മാരുതി സുസുക്കിയുടെ ആ ഒരു ഏരിയയിൽ ഇരിക്കുകയാണ്. ഈ സമയത്ത് ആര്യൻ അക്ബറിന്റെ അടുത്ത് പറയുന്നുണ്ട്, നിന്റെ കോയിൻസ് എടുത്തത് ആദിലയാണ് എന്ന് പറയുന്നുണ്ട്. ആദില അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ കൊഞ്ചുകയാണ് കേട്ടോ, കൊഞ്ചി കളിക്കുകയാണ്. ഞാനത് എടുത്തത് ലൈറ്റായിട്ട് എനിക്ക് പറ്റിപ്പോയതാണ്, അത് ഞങ്ങൾ ഗ്രൂപ്പുകളിയൊന്നും കളിച്ചില്ല, ഞങ്ങളത് എന്നൊക്കെ പറഞ്ഞിട്ട് ആദിലയുടെ ഒരു കൊഞ്ചലുണ്ടല്ലോ, ഇക്ക എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇക്ക എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പൊക്കുമ്പോ ഉള്ള ഒരു ഉരുണ്ടുകളി ഉണ്ടല്ലോ, അതങ്ങ് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു ഗെയിം അങ്ങ് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. അക്ബർ എന്നിട്ട് ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. അക്ബർ സ്റ്റക്ക് ആയിട്ടിരിക്കുകയാണ്. അക്ബറിന് അറിയാമായിരുന്നു ഇത് ആദിലയാണ് എടുത്തത് എന്നുള്ളത്. പക്ഷെ അക്ബറിന് ഒന്നും റിയാക്ട് ചെയ്യാനില്ല. അക്ബറിന്റെ ശൗര്യമൊക്കെ ചോർന്നു പോയി. ഇത് അനീഷോ വേറെ ആരെങ്കിലും ആയിരുന്നെ കാണണമായിരുന്നു, ഷാനവാസ് ആയിരുന്നേലും കാണണമായിരുന്നു. ഉയ്യോ, അവിടെ തലതിരിച്ചു വെച്ചേനെ ആ വീട്, ആ ലെവല് വഴക്കുണ്ടാക്കിയേനെ. ഷാനവാസ് ഒന്ന് ആലോചിച്ച് നോക്കി, ഷാനവാസ് അക്ബറിന്റെ കോയിന് പോയി എടുക്കുന്ന ഒരു അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. എന്തായിരിക്കും? കയ്യാങ്കളിയിലേക്ക് വരെ കാര്യങ്ങൾ എത്തും. അവിടെയാണ് ആദില എടുത്തപ്പോ അക്ബറിന് ഒരു പ്രശ്നമില്ലാതെ അക്ബർ അവിടെ അങ്ങ് ഇരിക്കുകയാണ് ഇങ്ങനെ. അത് എല്ലാ കഥയും പറയുന്നുണ്ട് കേട്ടോ. ഞാനത് ഇങ്ങനെ ചെയ്തപ്പോ എനിക്ക് ഈഗോ അടിച്ചപ്പോഴാണ് ഞാൻ ചെയ്ത് നിൽക്കുക എന്നൊക്കെ പറയുന്നുണ്ട് ആദില. ഒന്നും മിണ്ടാനില്ല, ഒരു അക്ഷരം പോലും അക്ബറിന് മിണ്ടാനില്ല, അവിടെ ഇരിക്കുകയാണ്. അക്ബർ ഈ ഒരു കേസിൽ പ്രതികരിക്കണമല്ലോ എന്ന് ഓർത്തോണ്ട് രണ്ട് വാക്ക് സംസാരിക്കുന്നുണ്ട്. പറയുന്നത് എന്താണ്, ഞാൻ ഈ ഒരു കാര്യത്തില് എനിക്ക് കോയിൻ പോയിന്റ് വിഷമമൊന്നും അല്ല, നിങ്ങൾ ഇതേപോലെ ഒരു അവസ്ഥയിലേക്ക് സിറ്റുവേഷനിലേക്ക് നിങ്ങൾ വരണം, അപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ എന്ന് അക്ബർ പറയുന്നുണ്ട് ആദിലയുടെ അടുത്ത്. അക്ബർ കരയുകയാണ്. എന്നിട്ട് കരയുകയാണ്. അവിടെ വേറെ ആരായിരുന്നെങ്കിലും അക്ബർ കരയത്തൊന്നുമില്ല, എന്ന് റിയാക്ട് ചെയ്തേനെ. അക്ബർ ഈ റിയാക്ട് ചെയ്യാതിരിക്കുന്ന ആ ഒരു ഗെയിമിനോട് എനിക്ക് യോജിപ്പില്ല. പിന്നെ പറയുന്നുണ്ട്, നിങ്ങളെക്കാൾ നല്ല ഗെയിമറൊന്നുമില്ല, ഞാൻ എന്റേതായ രീതിയിൽ കളിച്ചു പോകുന്നു എന്ന്. അക്ബറിന്റേതായ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ദിവസം ബിൽഡ് ചെയ്ത് വെച്ച ഒരു ഇമേജ് ഉണ്ട് അക്ബറിന്. ആ ഇമേജിന് കോട്ടം തട്ടുന്ന ലെവലിലുള്ള ഒരു ഗെയിമാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഈ കരച്ചില് ഗെയിമാണെന്ന് ഞാൻ പറയുന്നില്ല, അത് ഉള്ളിൽ തട്ടിയുള്ള വിഷമം തന്നെയാണ്. പക്ഷെ റിയാക്ട് ചെയ്യേണ്ട സ്ഥലത്ത് റിയാക്ട് ചെയ്യണം, അല്ലാതെ മിണ്ടാതിരുന്നത് കൊണ്ട് കാര്യമില്ല. ഇക്കാന്ന് 3 തവണ വിളിച്ചാൽ എന്താ ഇക്കയുടെ പെങ്ങളാവോ ആദില? ഇല്ല, ആവത്തില്ല. അത് റിയാക്ട് ചെയ്യുക തന്നെ വേണം. അത് റിയാക്ട് ചെയ്യാതിരിക്കുന്നതാണ് പ്രശ്നം. അതുകൊണ്ടാണ് ഞാൻ വിമർശിക്കുന്നത്. അക്ബർ ഇവിടെ റിയാക്ട് ചെയ്യുകയായിരുന്നു എന്നുണ്ടെങ്കിൽ, പൊട്ടിത്തെറിക്കുകയായിരുന്നു എന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും അക്ബറിനെ സപ്പോർട്ട് ചെയ്ത് തന്നെ സംസാരിച്ചേനെ. ആദില കളിച്ചത് ഗെയിമാണ്. ഒരുപാട് പ്രേക്ഷകർ ആദിലനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ആ ഗെയിം കളിച്ചതിൽ. പക്ഷെ എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ തോന്നിയിട്ടില്ല. അതെന്റെ അഭിപ്രായമാണ്. അത് നിങ്ങൾ മാനിക്കണം. നിങ്ങളുടെ അഭിപ്രായത്തെ ഞാനും മാനിക്കുന്നു. അപ്പോ അക്ബർ ഈ ഒരു കാര്യത്തിൽ വെറുതെ റിയാക്ട് ചെയ്യാതെ ഇങ്ങനെ ഇരിക്കുന്നതിനോട് എനിക്ക് ഒരു യോജിപ്പും ഇല്ല കേട്ടോ, ഒരു യോജിപ്പും ഇല്ല. പിന്നെ എല്ലാവരും ഗാർഡൻ ഏരിയ ഇരിക്കുകയാണ് കേട്ടോ ഇപ്പൊ. കാരണം വീട് പൂട്ടിയിട്ടിരിക്കുകയാണ്. അതിനകത്താണ് ബിഗ് ബോസ് അടുത്ത റൗണ്ടിലേക്കുള്ള സെറ്റിംഗ് ചെയ്യുന്നത്. ഇന്നത്തെ ആ ഒരു ടാസ്കിന്റെ അടുത്ത റൗണ്ടിലേക്കുള്ള സെറ്റിംഗ് ആണ്. പിന്നെ ഇന്നലെ നമ്മൾ കണ്ട ആ ഒരു പ്രോമോ ഉണ്ടല്ലോ, അതിനകത്ത് കള്ളക്കളി കളിച്ചത് ആര്യനാണ്. അത് റെക്കോർഡിംഗ് കണ്ടിട്ട് അതിനെപ്പറ്റി സംസാരിക്കും. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം.